ലോക എന്ന സിനിമയുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് അവകാശപ്പെട്ടത്? റിമ കല്ലിങ്കൽ ഒരു അഭിമുഖത്തിൽ ലോക പോലുള്ള സിനിമകൾ സൃഷ്ടിക്കപ്പെടാൻ ഒരിടമുണ്ടായത് എങ്ങനെയെന്നതിനെ കുറിച്ച് ഒരു പ്രസ്താവന പങ്കുവച്ചതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നു: ലോകയുടെ ക്രെഡിറ്റ് ആർക്ക്? റിമയുടെ പ്രസ്താവനയെ പരിഹസിച്ച് നടനും നിർമ്മാതാവുമായ വിജയ് ബാബു രംഗത്തെത്തി. വൈശാലി, അവളുടെ രാവുകൾ, ആദാമിന്റെ വാരിയല്, പഞ്ചാഗ്നി, നന്ദനം, ചിന്താവിഷ്ടയ ശ്യാമള, ഹൗ ഓൾഡ് ആർ യു എന്നീ ചിത്രങ്ങൾക്കൊപ്പം റിമ കല്ലിങ്കലിന്റെ തന്നെ 22FK കോട്ടയവും ഊന്നി പറഞ്ഞ ശേഷം ലോകയ്ക്ക് മുൻപിറങ്ങിയ ഈ സ്ത്രീ കേന്ദ്രീകൃത സിനിമകളുടെ ഒന്നും ക്രെഡിറ്റ് ആരും എടുക്കാത്തതിന് ദൈവത്തിന് നന്ദി എന്ന് അദ്ദേഹം പ്രതികരിച്ചു. എന്നാൽ ഇരുവരുടെയും പ്രസ്താവനകളിലും ശരികളും തെറ്റുമുണ്ടെന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചില പ്രേക്ഷകർ പ്രതികരിച്ചത്. എന്തായാലും വിജയ് ബാബു പറയുന്നത് പോലെ റിമ കല്ലിങ്കൽ ചിത്രത്തിന്റെ ക്രെഡിറ്റ് തനിക്കോ താൻ ഉൾപ്പെടുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്കോ അവകാശപ്പെട്ടതാണെന്ന് അഭിമുഖത്തിൽ പറയുന്നതേയില്ല. മറിച്ച് ആ ക്രെഡിറ്റ് സംവിധായകൻ ഡൊമിനിക്കിനും അണിയറ പ്രവർത്തകർക്കും മാത്രം അവകാശപ്പെട്ടതാണ്. എന്നാൽ ലോക പോലെയുള്ള സിനിമകൾ സൃഷ്ടിക്കപ്പെടാനുള്ള ഇടമൊരുക്കാൻ തങ്ങളും തുടർന്ന് സമൂഹം മുഴുവനായും ചേർന്ന് നടത്തിയ ചർച്ചകൾ കാരണമായെന്നായിരുന്നു അവരുടെ വാക്കുകൾ. എന്നാൽ അപ്പോഴും റിമ കല്ലിങ്കലിന്റെ ആ അഭിപ്രായത്തോടും ഒരു വലിയ വിഭാഗം പ്രേക്ഷകർക്ക് യോജിപ്പുണ്ട്. ലോകയ്ക്ക് മുൻപ് സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകൾക്ക് തിയേറ്ററുകളിൽ ഒരു നിറഞ്ഞ സദസ്സിനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണത്. പക്ഷേ എല്ലാ നല്ല സിനിമകളെയും കൈനീട്ടി സ്വീകരിക്കുന്ന മഹാമനസ്കരാണോ മലയാളികൾ? ഒരിക്കലുമല്ല. തൂവാനത്തുമ്പികൾ, ദേവദൂതനൊക്കെ പോലെ റിലീസ് സമയം പൊട്ടിച്ച് കൈ കൊടുത്ത് പിന്നീട് കൾട്ട് ക്ലാസിക് ആക്കിയിട്ടുണ്ട് നമ്മൾ പല ചിത്രങ്ങളെയും. എങ്കിലും ഒരിക്കൽ പോലും ലോക പോലെ ഔട്ട് ആൻഡ് ഔട്ട് വാണിജ്യ മൂല്യവും നല്ല പെർഫോമൻസും മേക്കിങ്ങുമുള്ള ഒരു ചിത്രത്തെ അത് സ്ത്രീ കേന്ദ്രീകൃതമായതുകൊണ്ട് മാത്രം തിയേറ്ററിൽ കാണാതെ പോയ ഒരു ചരിത്രം മലയാളി കൊണ്ടോ? അങ്ങനെ ഒരു ചിത്രം എടുത്തു പറയാൻ പ്രയാസമാണ്. ഏതൊരു സമൂഹത്തിലെയും പോലെ പുരുഷ കേന്ദ്രീകൃതമായ ചുറ്റുപാടിൽ തന്നെയാണ് മലയാളത്തിലും സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത്. സിനിമയ്ക്കകത്തും പുറത്തും ആ വേർതിരിവുകൾ നിലനിൽക്കുന്നു എന്നത് റിമ കല്ലിങ്കൽ അടക്കമുള്ള സിനിമാ പ്രവർത്തകരായ സ്ത്രീകൾ തന്നെ നിരന്തരം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു സിനിമ കണ്ട് വിജയിപ്പിക്കുന്നതിൽ മലയാളി പ്രേക്ഷകനോ അത്തരം ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ നമ്മുടെ സംവിധായകർക്കോ കഴിഞ്ഞിട്ടില്ല എങ്കിലല്ലേ ലോക ഒരു വലിയ മാറ്റമാണെന്ന് പറയാൻ സാധിക്കൂ. മേൽ സൂചിപ്പിച്ച സിനിമകളൊന്നും ലോക പോലെ ഇൻഡസ്ട്രിയുടെ തലവര മാറ്റി ഹയസ്റ്റ് ഗ്രോസറൊന്നും ആയിട്ടില്ല. എങ്കിലും എല്ലാം വാണിജ്യ വിജയങ്ങളായിരുന്നു. മാത്രമല്ല, കല്യാണി പ്രിയദർശന്റെ നീലി എന്ന പവർ വുമൺ നയിക്കുന്ന സ്ത്രീ കേന്ദ്രീകൃത ചിത്രം എന്നത് മാത്രമല്ല ലോകയുടെ പ്രത്യേകത. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വമ്പൻ ഓഡിയൻസ് ഉള്ള സൂപ്പർ ഹീറോ ജോണർ, കേരളത്തിൽ ഫോക്ലോറുമായി ബന്ധിപ്പിച്ച പ്രമേയം, സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രം, മമ്മൂട്ടിയുടെ ശബ്ദ സാന്നിധ്യം, ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ് എന്നിവരുടെ അതിഥി വേഷങ്ങൾ, നസ്ലന്റെ മെയിൻ ലീഡ്, കൂടാതെ വിജയ് ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയുടെ ഖ്യാതി, കടൽ കടന്നെത്തിച്ച OTT യുഗത്തിൽ റിലീസ് ചെയ്തു എന്ന പ്രത്യേകത എന്നിവയെല്ലാം സിനിമയെ വാണിജ്യപരമായി മുൻപോട്ട് തള്ളി. എങ്കിലും റിമ കല്ലിങ്കൽ അടങ്ങുന്ന സ്ത്രീ സമൂഹം കാലാകാലങ്ങളായി ആവശ്യപ്പെടുന്ന സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം, വാണിജ്യ സിനിമാ വ്യവസായത്തിലെ സ്ത്രീയുടെ പങ്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താവുന്ന ഒരു ഏട് തന്നെയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് നിസ്സംശയം പറയാം.